തന്നെ അഴിമതിക്കാരനാക്കാനാണ് ശ്രമമെന്നും INTUC അധ്യക്ഷ പദവിയിൽ നിന്ന് താൻ രാജിവെക്കില്ലെന്നും ആർ ചന്ദ്രശേഖരൻ. തൃശൂരിൽ ചേർന്ന INTUC സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ INTUC അധ്യക്ഷതാ പദവി തുടരാൻ ആർ ചന്ദ്രശേഖരന് ഏകകണ്ഠേന പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ചന്ദ്രശേഖരന്റെ നിലപാട്. ഒരു പരാതി ഒരു സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞാൽ ആ പരാതി കൊടുക്കുന്നവർ പരാതിയെ സംബന്ധിച്ച് അതിന്റെ പ്രതിഭാഗത്ത് നിൽക്കേണ്ടി വരുന്നവർ ഇവർ രണ്ടുപേരുമായിട്ടാണ് മാധ്യമങ്ങൾ സംബന്ധിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമപ്രവർത്തനമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ചില ചാനലുകൾ പരാതിയും അവരോട് ചോദിച്ചു നിൽക്കുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് 1/2 മണിക്കൂർ 1 മണിക്കൂർ ചർച്ചയാണ്. നല്ല കാര്യം, അതൊക്കെ സ്വാഭാവികം. അല്ല, എന്റെ പേര് അങ്ങനെയെങ്കിലും കുറെ കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനീ പറയുന്നത് അദ്ദേഹം ചോദിച്ചതിന് മറുപടി അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നത് ഞാനല്ല. അത് വിചാരണ സമയത്ത് കോടതിയാണ് സാക്ഷിമൊഴികളുടെയും റെക്കോർഡുകളുടെയും വാദപ്രതിവാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആ കോടതിയാണ് അതിൽ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ അതിനെന്ത് ശിക്ഷ കൊടുക്കണം അത് വെറുതെ വേണം ആരാ തീരുമാനിക്കേണ്ടത്? നമ്മൾ രണ്ടുപേരും തീരുമാനിക്കപ്പെട്ടു. പ്രോസിക്യൂഷൻ അനുമതിയെ സ്വാഗതം ചെയ്യുന്നതായും ഏത് അന്വേഷണവും നേരിടാൻ താൻ തയ്യാറാണെന്നും പരാതിക്കാരന്റെ വരുമാന സ്രോതസ് അന്വേഷിക്കണമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. 2005 മുതൽ 15 വരെ 10 വർഷക്കാലം കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അഴിമതി ആരോപണം മുഴുവൻ തന്റെ മേൽ കെട്ടിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. താൻ 2012 മുതൽ 15 വരെ 3 വർഷം മാത്രമാണ് ചെയർമാനായി ഇരുന്നിട്ടുള്ളത്. ഇക്കാലയളവിൽ 224 കോടിയുടെ പർച്ചേസ് മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇതും ബോർഡ് ഒരുമിച്ചെടുത്ത തീരുമാനപ്രകാരമാണ്. എന്നാൽ ഇക്കാലയളവിൽ ആർ ചന്ദ്രശേഖരൻ 2000 കോടിയുടെ അഴിമതി നടത്തിയെന്നാണ് മാധ്യമ ചർച്ചകൾ വരുന്നത്. തന്നെ കൂടി ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ കോടതിക്ക് കൊടുക്കുന്ന ഉത്തരവ് തന്റെ കൈവശം കിട്ടിയതിനെയും ആർ ചന്ദ്രശേഖരൻ ന്യായീകരിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം LDF ഗവൺമെന്റ് പ്രോസിക്യൂഷന് അനുമതി കൊടുക്കാത്തതിന് കാരണമെന്താണെന്ന് അവരോട് ചോദിക്കണമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. 17 ലക്ഷം അംഗങ്ങളുള്ള കേരള INTUC ഇല്ലാതാക്കാനും സംഘടന അപമാനിക്കാനും മറ്റ് സംഘടനകളുമായി ചേർന്ന് ആര് പ്രവർത്തിച്ചാലും അതിനെ നേരിടുക തന്നെ ചെയ്യുമെന്നും ഏതു വിചാരണയും നേരിടാൻ തയ്യാറാണെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ.